നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പാലക്കാടിന്റെ UDF സ്ഥാനാർത്ഥി ശ്രീ രമേശ് പിഷാരടിയെ പ്രചാരണത്തിന് ഇറങ്ങിയ സമയത്ത് ഒരു BJP പ്രവർത്തക വന്ന് തടയുകയും ഇവിടെ വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. ഈ ഒരു കാര്യം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകൻ രമേശ് പിഷാരടിയോട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത്തരം ഒരു അവസരത്തിൽ ഞാൻ ഒപ്പത്തിനൊപ്പം നിന്ന് തർക്കിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ തയ്യാറല്ല. അവരൊരു സ്ത്രീയാണ്, അവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു സ്ത്രീ പീഡനമായി മാറും, അവരെ ഞാൻ പിടിച്ചു മാറ്റിയാൽ അത് അതിലും വലിയ കുറ്റമായി മാറും എന്നുള്ള രീതിയിലാണ് രമേശ് പിഷാരടി മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. തീർച്ചയായിട്ടും വളരെ പക്വമായ ഒരു മറുപടി. മാത്രമല്ല, കോൺഗ്രസിന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഒരു മാന്യതയുടെ ഒരു ആൾരൂപമായിട്ട് ശ്രീ രമേശ് പിഷാരടി മാറി എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ കുറെ കാലമായിട്ട് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കണ്ടുവരുന്നത് വളരെ അപക്വമായ ഒരു പ്രവർത്തനവും ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന പോലെ അത് എന്ത് തോന്നിവാസം എതിർ പാർട്ടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും അതേ തോന്നിവാസം തിരിച്ചു പറയുക എന്നുള്ളൊരു ശീലമായി കോൺഗ്രസ് ഇന്ന് വളർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ മാത്രമേ ഈ ഒരു സമകാലിക കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ താൻ മോശക്കാരനായി പോകും, താൻ തഴഞ്ഞു പോകും എന്നുള്ള രീതിയിലുള്ള മനോഭാവങ്ങളൊക്കെ വന്നു തുടങ്ങി കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് പല നിലപാടുകളും തന്നെ വിമർശിക്കുന്നവരെ വ്യക്തിഹത്യ ചെയ്യാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അത്തരത്തിലേക്ക് പോകുമ്പോൾ മാത്രം അതിനൊരു മറുപടി നൽകുകയും അല്ലാത്ത പക്ഷം താൻ പൂർണ്ണമായിട്ടും അതിലേക്കില്ല, എന്റെ കർമ്മം എന്ന് പറയുന്നത്, എന്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുകയാണ്, അവരോടൊപ്പം നിന്ന് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്, ജയിക്കലല്ല ജയിപ്പിക്കലാണ് വേണ്ടത് എന്ന് പിഷാരടി 1000 വട്ടം ഇതിനോടകം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെ ഭരിക്കലല്ല ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കലാണ് എന്നുള്ളത് വീണ്ടും രമേശ് പിഷാരടിയിലൂടെ ആവർത്തിക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഉൾക്കാഴ്ച നൽകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചോദനം നൽകുന്ന വാക്കുകൾ തന്നെയാണ്. രമേശ് പിഷാരടിയുടെ ഓരോ ചൂടുവെപ്പും പാലക്കാട് ചൂടേറിയ രീതിയിൽ നടക്കുന്നു. ഒപ്പം തന്നെ വിജയസാധ്യതകൾ ഓരോ മണിക്കൂറുകളിലും രമേശ് പിഷാരടി ഉറപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് BJP പ്രവർത്തക അവിടെ വന്ന് രമേശ് പിഷാരടിയെ തടഞ്ഞത് എന്നുള്ളത്. ഒരു അമ്മ രമേശ് ചേട്ടനെ വന്നിട്ട് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഞാൻ വരുന്നില്ല, കാരണം വന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളും കയറി ഇറങ്ങണം, അതുകൊണ്ട് അതൊരു പ്രശ്നമാവും, പരാതികൾ കൂടും, എങ്കിൽ വരും നമുക്ക് അവിടെ ഒരു അമ്പലത്തിലേക്ക് പോവാം എന്ന് പറയുന്നു. രമേശ് പിഷാരടി അങ്ങനെ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും അവിടെ പോയാൽ അല്ലെങ്കിൽ അവിടെ വോട്ട് ചോദിച്ചാൽ അവിടെ വോട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ് എന്നുള്ളത് തോന്നിയത് കൊണ്ടാവണം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ BJP-കാരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനം വന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കേണ്ടത്. രമേശ് പിഷാരടി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പല വേദികളിലും അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞ ഒരു കാര്യമാണ്, 50-54 വർഷം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ പുതുപ്പള്ളി MLA ആയിരുന്നു. അവിടെ എവിടെയും തന്നെ ഒരു പാർട്ടി ഗ്രാമമോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഗ്രാമത്തിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ ഇതൊരു പാർട്ടി ഗ്രാമമായി എവിടെയും എഴുതപ്പെട്ടിട്ടില്ല, എവിടെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഒരു MLA എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾക്കറിയാം, ഒരു 5 വർഷമോ 10 വർഷമോ ഏതെങ്കിലും പഞ്ചായത്ത് CPM ഭരിച്ചാലോ BJP ഭരിച്ചാലോ പിന്നെ അവരുടെ കുത്തകയായി മാറുകയും ജനങ്ങളുടെ പൈസ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മതിലുകളാകട്ടെ, പോസ്റ്ററുകളാകട്ടെ, റോഡുകളാവട്ടെ, അവിടെ എല്ലാം തന്നെ BJP-യുടെയും CPM-ന്റെയും ഒക്കെ കുത്തകയായി മാറുന്ന ഒരുപാട് ഗ്രാമങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. എന്നാൽ പുതുപ്പള്ളി അത്തരത്തിലുള്ള ഒരു സ്ഥലമല്ല. ഓരോ ജനങ്ങളുടെയും ഓരോ വ്യക്തികളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ആളുകളെ മാറ്റാൻ വേണ്ടി അവർ നിൽക്കാറില്ല. കോൺഗ്രസ് എപ്പോഴും എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ തന്നെ തുടരുക, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഒരു പ്രവർത്തനവും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ആ പാർട്ടി ഏറ്റവും വലിയ മേന്മ. അത് തന്നെയാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഏതായാലും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നല്ല കാലങ്ങൾ രമേശ് പിഷാരടിയിലൂടെ പാലക്കാടിലൂടെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ രമേശ് പിഷാരടിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
രമേശ് പിഷാരടിയെ എതിർക്കും തോറും അത് ഒരുപാട് വോട്ടുകളായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എതിർക്കുമ്പോൾ തന്നെ തങ്ങളുടെ തോൽവി ഉറപ്പിക്കുകയാണ് BJPയും CPMഉം എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. രമേശ് പിഷാരടിയുടെ യാത്ര വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകട്ടെ. അദ്ദേഹം നിയുക്ത പാലക്കാട് MLA ആയി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.